കേട്ടില്ലേ കേട്ടില്ലേ നിങ്ങൾ? എന്താണ് ആട്ടവും പാട്ടും ഡാൻസും, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇട്ട് കുലുക്കലും ആട്ടലും തുള്ളലും ഒക്കെ. ചോദിക്കട്ടെ, പ്രിയപ്പെട്ട പേരോടിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ ആദ്യം ഇതിനൊരു പരമ്പര, ഉസ്താദിന്റെ പരമ്പര ഇവിടെ സ്വീകാര്യല്ല, അതല്ല ചോദിച്ചത്. അങ്ങേ തലയാ ഞങ്ങൾ നോക്കല്. ഞങ്ങൾ നോക്കുന്ന അങ്ങേത്തല ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കൂടെ ആടി? അത് കേട്ടത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാര്. അവിടെ നിന്നിങ്ങോട്ടുള്ള പരമ്പര നാഫി റളിയല്ലാഹു അൻഹു, അവിടെ നിന്നിങ്ങോട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ അങ്ങനെ അവിടെ നിന്നിങ്ങോട്ട് കണ്ണിമുറിയാത്ത പരമ്പരയിലൂടെ ഈ തോന്നിവാസാട്ടത്തിന്റെ പരമ്പരയൊന്ന്, പാരമ്പര്യമൊന്ന് കാണിക്കണേ. പരമ്പര മുജാഹിദുകളെ നിങ്ങൾക്കില്ല, ഞങ്ങൾക്കേ പാരമ്പര്യമുള്ളൂ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ ചെയ്യുന്ന ദീനിന്റെ ഓരോ കാര്യത്തിനും ഞങ്ങൾക്ക് പരമ്പരയുണ്ട്. അത് ഹബീബിൽ നിന്ന് കിട്ടിയതാണ്, സഹാബത്തിൽ നിന്ന് കൈമാറിയതാണ്. അതിലപ്പുറമുള്ളത് നിങ്ങളിങ്ങനെ ഓരോരുത്തരെ കെട്ടിക്കൂട്ടിയുണ്ടെങ്കിൽ ഈ പാരമ്പര്യം എത്തുന്നത് ജൂദായിസത്തിലേക്കാണ് കേട്ടോ, അതിന്റെ സന്തതികളായ ശിയായിസത്തിലേക്ക് തന്നെ. ഏറ്റവും ഇതിന്റെ അടിസ്ഥാനം ചിന്തിച്ചു നോക്കിയാൽ ചില മുഫസ്സിരീങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നത് കാണാം. ആദ്യമായിട്ട് ഇങ്ങനെ
പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് തുള്ളല് തുടങ്ങിയ സാമിരിയിലേക്ക്, സാമിരി എന്ന് പറയുന്ന ദുഷ്ടനിലേക്ക്, അവനിലേക്കല്ലേ ഇതിന്റെ പാരമ്പര്യം എത്തുന്നത്. ഇനി ശിയാക്കളല്ലേ ഇതിങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്. കണ്ടോ, ഇവരുടെ പരമ്പര റസൂലുള്ളാഹിയിലേക്ക് എത്തില്ല കേട്ടോ, സ്വഹാബത്തിലേക്ക് എത്തില്ല കേട്ടോ, ഇമാമിങ്ങളിലേക്ക് എത്തില്ല കേട്ടോ. മറിച്ച് ഇവർക്കിത് എവിടുന്ന് കിട്ടി? ഇവർക്കിത് കിട്ടിയ ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിന്റെ ആട്ടവും കൂടി ഒന്ന് കണ്ടോളൂ. കണ്ടില്ലേ, ഇത് ഷിയാക്കളുടെ ആട്ടമാണ് കേട്ടത്. അപ്പൊ ചോദിക്കട്ടെ വളരെ വിനയത്തോടെ, എവിടുന്നാ നിങ്ങൾക്ക് ഇതിന്റെ പാരമ്പര്യം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നിങ്ങൾ ഇത് സ്ഥിരപ്പെടുത്തണം, അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ സ്ഥിരപ്പെടുത്തണം.